പ്രിന്റു മഹാദേവ്, ഇത്തരമൊരു ഡീൽ ഉണ്ട് എന്നത് ഇതിനകം വലിയ ചർച്ചയായിട്ടുണ്ട്. ഇത് വലിയ സന്തോഷം നിങ്ങൾക്കുണ്ടാക്കുന്ന മണ്ഡലങ്ങൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയല്ലോ. BJP-യുടെ അണികൾക്ക് അത്തരത്തിലുള്ള നിർദ്ദേശം പോയി കഴിഞ്ഞോ, അതോ ഇനിയാണോ അത്തരത്തിലൊരു നിർദ്ദേശം ഉണ്ടാകുക? ലാൽ സാറിൻ്റെയും ജയിക്കിൻ്റെയും ഒക്കെ ഈ കഥയിലെ ആഖ്യാനം കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് നിങ്ങളുടെ ആഖ്യാന ശൈലി ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് വസ്തുതയ്ക്ക് ഒരിക്കലും നിരക്കാത്തതാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഈ BJP-യും കോൺഗ്രസും തമ്മിൽ ഒരു ഡീലിൽ ഇപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ എത്തുക എന്ന് പറയുന്നത് അത് അത്രമാത്രം വിശ്വസിക്കാൻ ഈ മലയാളികളും അരിയാഹാരം കഴിക്കുന്ന ആളുകളും തയ്യാറാകില്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. സത്യത്തിൽ നിങ്ങളെ ഇന്ത്യ മുന്നണി ഈ കേരളത്തിലെ 20 സീറ്റുകളെ പങ്കിട്ടെടുത്തു എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കാരണം അതുകൊണ്ടാണല്ലോ ഇതിനകത്ത് ഈ ഡീലിൻ്റെ ഏറ്റവും കൂടുതൽ ലാഭം ലഭിക്കാൻ പോകുന്നത് ഇടതുപക്ഷമായതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനകത്ത് കൃത്യമായിട്ട് ഇടപെട്ടുന്നുണ്ട്. പ്രിന്റു മഹാദേവ്, അതൊരു അത്ഭുതമൊന്നും അല്ലല്ലോ. നമുക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ, കേരളത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന കാര്യം എന്താണെന്ന് നോക്കിയാൽ, മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ഇപ്പോൾ നിങ്ങളുടെ കൂടെയാണ്. അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും മുൻ മുഖ്യമന്ത്രിമാർ തന്നെ, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ തന്നെ നിങ്ങളുടെ കൂടെയാണ് എന്നത് കോൺഗ്രസും BJP-യും തമ്മിൽ എത്രമാത്രം അടുത്താണ് എന്നുള്ളതിൻ്റെ സൂചനയല്ലേ? അതിൽ ഇനി എന്താണ് ഇത്ര അതിശയിക്കാനുള്ളത്? അല്ല, അതിൽ അതിശയമുണ്ട്. കാരണം നിങ്ങളുടെ CPM-ൻ്റെ ആദ്യത്തെ സ്ഥാനാർത്ഥിയെ പട്ടിക വന്ന സമയത്ത് തന്നെ നിങ്ങളും KC വേണുഗോപാലും ഇടതുപക്ഷവും തമ്മിലുള്ള ധാരണയെക്കുറിച്ച് നമുക്ക് കൃത്യമായി ബോധ്യമായിരുന്നു. കാരണം അതുകൊണ്ടാണല്ലോ എനിക്ക് പ്രേമചന്ദ്രനെ പോലെയുള്ള ഒരാളെ നേരിടാൻ നിങ്ങൾ കൊല്ലത്ത് ഇറക്കിയത് മുകേഷിനെ, നിങ്ങൾ പത്തനംതിട്ടയിൽ ഇറക്കുന്നത് കേരളത്തെ മുഴുവൻ കടപ്രതിസന്ധിയിലായിട്ട് അതിൻ്റെ മുൻമുന്നിൽ നിൽക്കുന്ന തോമസ് ഐസക്കിനെ, പിന്നെ നിങ്ങൾ എറണാകുളത്തായിക്കോട്ടെ, നിങ്ങളെ കാസർകോട്ടെ സ്ഥാനാർത്ഥിയൊക്കെ വന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നു എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടൊരു ചോദ്യമുണ്ടായിരുന്നു. ഇപ്പോൾ അതിനുള്ള ഉത്തരം കൃത്യമായി കിട്ടി. കാരണം ഇന്ത്യ സഖ്യത്തെ നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ഡീല് നടത്തുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. തിരുവനന്തപുരത്തും ആറ്റിങ്ങലും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും ഞങ്ങളുടെ ശോഭാ സുരേന്ദ്രൻ, TFP നേതാവായിട്ട് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച സ്ഥലത്തൊക്കെ 5 ഇരട്ടിയും 6 ഇരട്ടിയും ഒക്കെ വോട്ടുണ്ടാക്കുന്ന ശോഭാ സുരേന്ദ്രനെ ബലി കൊടുത്തുകൊണ്ട് ആലപ്പുഴയിൽ ഞങ്ങൾ ഡീലിന് തയ്യാറാവുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? തിരുവനന്തപുരത്ത്, നമ്മുടെ തൃശ്ശൂർ ഞങ്ങളുടെ സുരേഷ് ഗോപി, വിജയപ്രതീക്ഷയുള്ള സീറ്റായിട്ടുള്ള തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ബലി കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഡീലിന് തയ്യാറാകുമെന്നാണ് നിങ്ങൾ പറയുന്നത്. അതുപോലെ ആറ്റിങ്ങലും അത് പ്രിന്റു മഹാദേവൻ അറിയാത്ത കാര്യങ്ങൾ ദേശീയ തലത്തിൽ നടക്കുന്നു എന്നാണ്. ദേശീയ തലത്തിൽ പോലും നിങ്ങളറിയാതെ പലരും കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് എത്തുന്നു. നിങ്ങളറിയാതെ തന്നെ പല തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ എത്തുന്നു. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ആളുകൾ വരുന്നു. അതിൻ്റെ ഫലമായി സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉൾപ്പെടെ അത്തരം ചടങ്ങുകളിൽ പോലും നിന്നും മാറി നിൽക്കുന്ന ഘട്ടങ്ങൾ വരെ വാർത്തകളിൽ റിപ്പോർട്ടാകുന്നു. നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് അതൊന്നും അല്ല പ്രശ്നം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ദേശീയ തലത്തിൽ തീരുമാനമെടുക്കാം. പക്ഷേ അത്തരത്തിലുള്ള തീരുമാനങ്ങളുടെ ഭാഗമായി പ്രത്യേകിച്ച് വടകരയിൽ നിങ്ങളുടെ അണികൾക്ക് കൂടുതൽ താല്പര്യം ഷാഫി ജയിക്കുന്നതാകും എന്നാണ് നിരീക്ഷണം. ഷാഫിക്ക് വോട്ട് കൊടുത്താൽ പാലക്കാട് നിങ്ങൾക്കൊരു ഓപ്പണിംഗ് കിട്ടുകയാണ്. അപ്പോൾ അതുപോലെ ആലപ്പുഴയിൽ നിങ്ങളുടെ ശോഭാ സുരേന്ദ്രനെ ഒരു തട്ടം കൊടുക്കാം. വേണമെങ്കിൽ KC വേണുഗോപാൽ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാജസ്ഥാനിലൊരു നേട്ടം ഉണ്ടാക്കുകയും ചെയ്യാം. ഇതാണല്ലോ ആ ഡീലിൻ്റെയൊക്കെ അർത്ഥം. ഇങ്ങനെയാണല്ലോ വ്യാഖ്യാനിക്കുക. ലാൽ സാറേ, അങ്ങനെ വ്യാഖ്യാനിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത, കോൺഗ്രസിൻ്റെ ഒരു MP-മാർക്കും ഈ പാർലമെൻറ്റിനകത്ത് മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഇവരുടെ എല്ലാവരുടെയും കണ്ണ് സത്യത്തിൽ കേരള നിയമസഭയിലാണ്. മുരളീധരന് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല, TN പ്രതാപന് താല്പര്യമുണ്ടായിരുന്നില്ല, രമ്യ ഹരിദാസിന് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല, കൊടിക്കുന്നിൽ സുരേഷിന് താല്പര്യക്കുറവ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്നിട്ടും രാഹുൽ ഗാന്ധിയുടെ ഒരു സീറ്റ്, ആ സീറ്റ് മത്സരിക്കുന്ന സാഹചര്യത്തിൽ ബാക്കിയുള്ള സിറ്റിംഗ് MP-മാർ എല്ലാവരും മത്സരിക്കണമെന്നുള്ള തിട്ടൂരം ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രമാണ് ഇവരൊക്കെ മത്സരിക്കാൻ തയ്യാറാകുന്നത്. പിന്നെ നിങ്ങൾ സാർ ഒരു രാഷ്ട്രീയ നിരീക്ഷകനും ഒരു പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനവുമല്ലേ. തൃശ്ശൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് TN പ്രതാപൻ ആണോ മുരളീധരനാണോ ഞങ്ങൾക്ക് കൂടുതൽ മത്സരം ടൈറ്റ് ഉണ്ടാക്കുക? അപ്പോൾ ഇവിടെ ഇറക്കിയിട്ടുള്ള സ്ഥാനാർത്ഥി ഒരു സംശയമുണ്ട്. ഇടതുപക്ഷവും കോൺഗ്രസും വ്യക്തമാക്കിയിട്ടുള്ള ധാരണ അടിസ്ഥാനത്തിലാണ് മുരളീധരൻ തൃശ്ശൂരിൽ വന്നിട്ടുള്ളത്. അതിലെന്താ സംശയം? നേമത്ത് വന്നല്ലോ, നേമത്ത് വന്ന് ഞങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ ക്ലോസ് ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറയുന്ന പോലെ തൃശ്ശൂർ ജില്ലയിലെ ഞങ്ങളുടെ സാധ്യതകൾ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ അവിശുദ്ധ സഖ്യമാണ്. നിങ്ങളിപ്പോൾ ഇതിനെ ഈ രീതിയിൽ തൃശ്ശൂരിൽ നിങ്ങൾക്ക് എന്തായാലും സാധ്യത ഇത്തവണ ഇല്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കുകയാണോ? തൃശ്ശൂരിൽ ഇത്തവണ നിങ്ങളുടെ സാധ്യത അടഞ്ഞോ?
അങ്ങനെയല്ല ആ ഒരു ഉറപ്പ് അല്ല സാർ നിങ്ങൾ തൃശ്ശൂരിൽ ഇനി നിങ്ങൾ ഈ മുരളീധരനെ നിർത്തി കോൺഗ്രസിന്റെ മുഴുവൻ വോട്ട് സുനിൽകുമാറിന് മറിച്ചാൽ പോലും ഒരു സംശയം വേണ്ട, തൃശ്ശൂരിൽ ഞങ്ങൾ ജയിക്കും. ഒരു സംശയം വേണ്ട. തൃശ്ശൂരിൽ സുരേഷ് ഗോപി 50,000-ൽ കൂടുതൽ വോട്ടിന് സുരേഷ് ഗോപി ജയിക്കും. അതിൽ യാതൊരു സംശയം നിങ്ങൾ എങ്ങനെ ഏത് രീതിയിൽ വോട്ട് മറിച്ചാലും അതിലൊരു സംശയം വേണ്ട. ഞങ്ങൾ ഒരു കഴിഞ്ഞ 5 വർഷമായി സുരേഷ് ഗോപി കഴിഞ്ഞ തവണ മത്സരിച്ച സമയം തൊട്ട്, അദ്ദേഹം പരാജയപ്പെട്ട സമയം തൊട്ട് ഇന്നു വരെ ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് വിജയിക്കാനുള്ള പ്രവർത്തനമാണ്. ശരി, ആലപ്പുഴയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നതിനേക്കാൾ ലാഭം അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുന്നതാണ് എന്ന നിരീക്ഷണത്തോട് എന്താണ് പ്രതികരണം? ഒരിക്കലുമില്ല സാർ. ഞാൻ പറയുന്നു, ആലപ്പുഴയിൽ KC വേണുഗോപാൽ 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ് ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ. കേരളത്തിൽ കോൺഗ്രസ്സുകാർക്കിടയിൽ ഏറ്റവും അധികം വിരോധമുള്ള ഒരാൾ KC വേണുഗോപാൽ. ഒന്ന് കോൺഗ്രസ്സുകാരുടെ കാര്യമാണല്ലേ. 2 ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരാൾ, 1 ആരിഫ് എന്ന് പറയുന്ന അവിടുത്തെ സിറ്റിംഗ് MP. ഈ 3 പേർ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഒരു സംശയം വേണ്ട, KC വേണുഗോപാലിൻ്റെ വാട്ടർലൂ ആണ് ഈ തെരഞ്ഞെടുപ്പ്. അതിബുദ്ധിമാനും ചാണക്യനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഈ കേരളത്തിൽ വലിയ തന്ത്രങ്ങൾ മെനയുന്നത്. KC വേണുഗോപാലിൻ്റെയും കോൺഗ്രസിൻ്റെയും വാട്ടർലൂ ആകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണിത്. KC വേണുഗോപാലിൻ്റെ അന്ത്യം നമുക്ക് ഇവിടെ ആലപ്പുഴയിൽ കാണാം. അതുകൊണ്ട് KC വേണുഗോപാൽ എന്ത് ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും ആലപ്പുഴയിൽ വിലപ്പോകാൻ പോകുന്നില്ല. ശോഭാ സുരേന്ദ്രനെ ഒതുക്കാനുള്ള ഒരു ഡീലും അവിടെ നടക്കാൻ പോകുന്നില്ല എന്നാണ്. എന്താ സംശയം സാർ? ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു നേതാവ് അവിടെ ശരി, പ്രിന്റു ആ പറഞ്ഞതിൽ നിന്ന് ഞാൻ പറഞ്ഞതിനോട് യോജിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്.